ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കുടുങ്ങാട്ടോ ചെയ്യുന്നത്. അനിരുദ്ധനും മാനസയും വരുണും ഒരുമിച്ച് തന്നെ അകത്താവാനായിട്ട് പോകുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. അതിനുശേഷം തന്നെ ആ സമയത്ത് ദക്ഷ അങ്ങോട്ട് വരുന്നുണ്ട്, കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി ഞാൻ കുറച്ച് സമയം വൈകി, മാത്രമല്ല എനിക്ക് കുറച്ച് അർജൻറ്റായിട്ടുള്ള കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞതോടുകൂടി വന്നത്. നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ എന്നൊക്കെ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്താ ഇവിടെ വലിയൊരു പ്രശ്നം പോലെ. അപ്പോഴത്തേനും കൺമണി എന്തായാലും ഗമയോടുകൂടി തന്നെ പറയുന്നുണ്ട് കേട്ടോ, ജയമോഹൻ അങ്കിൾ, ഇത് എൻ്റെ ഫ്രണ്ടാണ് ദക്ഷ, ഇവിടുത്തെ ACP ആണെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന ജയമോഹനുണ്ടോ കണ്ണ് തള്ളുന്നു. കാരണം ഇത്ര വലിയ പിടിപാടുള്ള കുട്ടിയാണോ കൺമണി എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ഇവിടെ എന്തോ ഒരു പ്രശ്നം, എന്തിനാ ഈ കുട്ടിയെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ കുട്ടി പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേനും, ഇതാ അനിരുദ്ധൻ, താനെന്താടോ ഇവിടെ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, പോലീസുകാരും ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താണ് ഇവിടെ പ്രശ്നം, കൺമണിയുള്ള വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൺമണി എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അനിരുദ്ധനാണെങ്കിലോ ആ ഡ്രഗ്സിൻ്റെ ആ പാക്കറ്റ് ദക്ഷയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു കേട്ടോ. ഇത് ഈ കുട്ടിയിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്താ ഈ കുട്ടി പറയുന്നത്, ഇത് സത്യമാണോ? ഇല്ല മാഡം, എനിക്കറിയില്ല, ഈ കുട്ടി ഇത് തൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ സാക്ഷിയെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുണനെയും കൂട്ടിക്കൊണ്ട് മാഹിയും അതുപോലെ അമ്മായി ഒക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവനാണ് തെളിവ്, ഇതാ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു, വേഷം മാറി നടക്കുകയാണ്, ഇവളുടെ കൂട്ടിൽ ഒരാളും കൂടി ഉണ്ടെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനിരുദ്ധനും മാനസയും വരുണാണ് ഈ ഫംഗ്ഷൻ കുളമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രഗ്സ് പാക്കറ്റ് കൃഷിൻ്റെ പോക്കറ്റിൽ വെക്കാനായിട്ട് ശ്രമിച്ചത് കേട്ടോ. അപ്പോഴത്തേനും ഇതിന് വല്ല തെളിവുണ്ടോ, എന്തൊക്കെ കൺമണി ഈ പറയുന്നത് ചോദിക്കുന്നുണ്ട് കൃഷ്. അതെ സർ, ഇത് ഞാനെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയതാണ്, ഞങ്ങൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് തെളിവ് സഹിതം, അതിലുണ്ടെന്ന് പറയുന്നു. ദക്ഷയുടെ മുന്നിൽ വെച്ച് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ വിവരങ്ങളും ദക്ഷ അറിയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന എല്ലാവരും ആകെ ഞെട്ടുന്നുണ്ട്. നീ എന്താ പണി കാണിച്ചത്, ഒരു ഫംഗ്ഷൻ അലമ്പാക്കാൻ വേണ്ടിയിട്ട് സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീണല്ലോ. എന്തായാലും കൺമണിയെ കണ്ടു പഠിക്കേ, അവൾ മിടിക്കുകയാണ്, അതുകൊണ്ടാണല്ലോ നിനക്ക് ഈ തിരിച്ചടി കിട്ടിയത്. ഇനി മൊത്തം ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് അറിയാൻ വയ്യായിട്ടല്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ സാഗറിനും അതുപോലെ ജയമോഹനാണെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം തൻ്റെ മകളുടെ മേലായിരുന്നു ഇപ്പോൾ കുറ്റം, അത് തെളിവ് സഹിതം പിടിച്ചെടുത്തല്ലോ, ഇനി ഇതിൽ കൂടുതൽ എന്ത് സംസാരിക്കും. ആ സമയത്ത് തന്നെ ദക്ഷയോട് പറയുന്നുണ്ട്, ഇവൾ കാരണമാണ് ഈ ഫംഗ്ഷൻ അലമ്പാക്കാൻ ശ്രമിച്ചതാണ്, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തു മാഡം, പക്ഷേ അവൾക്ക് ഒരു നന്ദിയുമില്ല, അത് കാരണമാണല്ലോ ഇന്നും അവൾ എൻ്റെ ക്രിസ്റ്റാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നെ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒഴിവാക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ പിരിക്കാനായിട്ട് ശ്രമിക്കാൻ നിൽക്കുകയാണ് ഇവൾ ചെയ്തത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട് ഇവളോട് ഞാൻ ക്ഷമിക്കുകയായിരുന്നു, പക്ഷേ ഇനിയില്ല, ഇനി മേലാൽ ഇവളോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് വാശി പിടിച്ച് കൺമണി പറയുമ്പോഴത്തേനും സുജു പറയുന്നുണ്ട്, എന്താണ് നീ കാണിച്ചത്, എൻ്റെ മകനെ കള്ളക്കേസിൽ കൊടുത്തി അകത്താക്കാൻ നോക്കി നിന്നെയാണോടി ഞങ്ങൾ വിശ്വസിച്ചതെന്ന് പറഞ്ഞിട്ട് തല്ലാനായിട്ട് പോകുന്ന ആ സമയത്ത് സാഗർ വന്നിട്ട്, സുജു വേണ്ട, എന്താ സാഗർ ഇവിടെ നടക്കുന്നത്, സാഗർ കണ്ടതല്ലേ, ഇപ്പം നമ്മുടെ മകൻ ഇപ്പോൾ കൺമണി ഇല്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ എല്ലാവരും കൂടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, ഇവൾ ചതിയെത്തിയല്ലേ, കണ്ടില്ലേ എൻ്റെ മോള് കൺമണി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കില്ലായിരുന്നോ, ചേച്ചിയമ്മയുടെ കണ്ടില്ല ആദർശവതിയായിട്ടുള്ള മകളുടെ സ്വഭാവം ഇപ്പോൾ കണ്ടില്ലേ, സ്വന്തം മകൻ്റെ പോലെയല്ലേ ക്രഷ്, എന്നിട്ട് അവനെ ചതിക്കാൻ നോക്കി ഇവളെയാണോ ആൻറ്റിയമ്മ ഇനി വിശ്വസിക്കുന്നത്. അങ്ങനെ അനിരുദ്ധനോടും ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ദക്ഷ. ഇനി മേലാൽ ഇമാതിരി പരിപാടി കാണിച്ചാൽ ഒക്കപ്പാടത്തിന് ഞാൻ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അനിരുദ്ധൻ, ഞാനൊരു പോലീസുകാരനല്ലേടോ, താനാണല്ലോ ഡ്രഗ്സ് എടുത്തുകൊണ്ട് ഇവർക്ക് കൊടുത്തത്, തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നമ്മുടെ ലോലപ്പൻ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അന്വേഷണത്തിൻ്റെ മാഡം, ഇവരെല്ലാവരും ജീവപര്യന്തം അറസ്റ്റ് ചെയ്യണം, കാരണം ഇവൻ എന്നെ ആ മുറിയിലിട്ട് പൂട്ടിയിട്ടു ശ്വാസം മുട്ടിച്ച് കിടത്തുമായിരുന്നു, എന്തൊക്കെയാണ് പറയുന്നത്, അതെന്നെ ഇവർക്ക് ഈ പ്ലാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയുന്നു. എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് ഒറ്റ വാശിയിൽ പറയുന്നുണ്ട് ദക്ഷ. അങ്ങനെ എല്ലാവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതിന് സമയത്ത് തന്നെ വരുണിൻ്റെ ഒരു കോമഡി പറയുന്നുണ്ട് അവിടെ, വേറെ ഒന്നുമല്ല, എൻ്റെ മീശയും ആ ഒരു പുള്ളിയും അവിടെ വെച്ചേക്കണേ, അത് ഞാൻ വാടകയ്ക്ക് വാങ്ങിയതാണ്, അതെനിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പിന്നീട് സുമിത്രയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം ഭാഗ്യശ്രീ ആണെങ്കിൽ ഏട്ടൻ വരാൻ വെയിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഏട്ടന് ദുബായിലേക്ക് എന്നെ പറഞ്ഞയക്കണമെന്ന വാശിയിൽ നിൽക്കണം. അപ്പോൾ സുമിത്ര അങ്ങോട്ട് വരുന്നുണ്ട്, നിൻ്റെ പ്ലാനിങ് ഒക്കെ ഇന്ന് ഞാൻ പൊളിക്കാൻ പോവുകയാണ്, എൻ്റെ പ്ലാനിങ് ഒരിക്കലും പൊളിക്കില്ല, എൻ്റെ ഏട്ടനെ ഞാൻ ഇവിടെ നിർത്തില്ല, അവൻ പറഞ്ഞയക്കുമെന്ന് പറയുന്നു.
അവനെ രക്ഷിക്കാൻ നീ ശ്രമിക്കേണ്ട, ഇന്ന് അവൻ ഇവിടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല നിന്നെ ഞങ്ങൾ ശരിയാക്കുക, നിങ്ങൾ എന്നെ കൊന്നാലും വേണ്ടില്ല, എൻ്റെ ഏട്ടനെ വിട്ടു തരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുമിത്രയാണെങ്കിലോ ഭാഗ്യശ്രീക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിന് ശേഷം 2 ഗുണ്ടകളെ കൊണ്ട് അവിടെ വെച്ച് കെട്ടിയിടുന്നുണ്ട് കേട്ടോ. ഇന്ന് അവൻ വരുമ്പോൾ ഞാനാണ് ഇവിടെ ഉണ്ടാവുക, നിന്നെ അവൻ പരിസരത്ത് ഇവിടെ കാണില്ല. അവൻ അങ്ങനെ ദുബായിലേക്ക് പോകണ്ട, അവനെ ഇവിടെ തന്നെ നിർത്തിയിട്ട് അവൻ്റെ കാര്യം ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നു. ആ സമയത്തിന് പിന്നീട് കൺമണിയും കൃഷ്ണൻ തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ കൺമണി ഉമ്മ കൊടുക്കാനൊക്കെ വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തില്ലേ, എന്തായാലും ശ്രദ്ധ മൊത്തം എന്നെ ചുറ്റിപ്പറ്റിയായിരുന്നില്ലേ, ഫംഗ്ഷൻ നിനക്ക് വേണ്ടിയാണ് ഉള്ളതെങ്കിലും നിനക്ക് ഞാൻ എന്താ തരേണ്ട കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അമ്മായിയും ഗോകുൽ അങ്ങോട്ട് വരുന്നുണ്ട്. അവർക്ക് അത് നാണം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ വരണ്ടാന്ന് വിചാരിച്ചാണ് പിന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേനും അച്ഛനും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നതാണ്. എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോൾ എൻ്റെ മോളുണ്ടായതുകൊണ്ട് മോൻ രക്ഷപ്പെട്ടല്ലോ, എന്നാലും കുഴപ്പമൊന്നുമില്ല അച്ഛാ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് തന്നെ വീണ്ടും കാണിക്കുന്നത് സുജുവിനെയും സാഗറിനെയും കൃഷ്ണയൊക്കെയാണ് കേട്ടോ. എന്നാൽ ഞങ്ങൾ പോട്ടെ സാർ, ഇത്രയായില്ലേ, ഒരു കാര്യം മനസ്സിലാക്കണം, എന്നുവെച്ചാൽ നിങ്ങൾ ശ്രീനിവാസൻ കാരണം ഇവിടെ ഒരു ഫംഗ്ഷന് വന്നിട്ട് ആകെ പ്രശ്നമായല്ലോ, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. അത് സാരില്ല സർ, കുറ്റവാളികൾ ശിക്ഷപ്പെടണം, അതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ, അതിന് വേണ്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ മോളില്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടില്ലായിരുന്നു. കൺമണി അവളുടെ ചുറ്റും ഉണ്ടായതുകൊണ്ട് അവൾ എത്ര ക്രൂരത്തിയാണ്, എൻ്റെ മകനെ അവൻ ശിക്ഷിക്കാൻ നോക്കിയില്ലേ, അവളെ ഈ പരിസരത്ത് ഇനി കാണിക്കരുത്, ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ അമ്മയെന്ന് കൃപ പറയുന്നുണ്ട്. ഇനി മാനസെന്നൊരു ശല്യമേ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ദക്ഷ വിളിക്കുന്നുണ്ട് കൺമണിയെ. കൺമണി എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വരണം, അധികം വൈകാതെ. മറ്റൊന്നുമല്ല, കൃഷും നീയും കൂടി ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് തരണം അവർക്ക് വേണ്ടിയിട്ട്, എന്നാലാണ് അവരുടെ കാര്യത്തിൽ ഒരു നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് എത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരോടും പറയുന്നുണ്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ദക്ഷ വിളിക്കുകയാണ് ഉണ്ടായത്, നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഇനി കേസും വഴക്കും ഈ കല്യാണ സമയത്ത് വേണോ? അതൊക്കെ വേണം, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, അവൾക്ക് എത്ര വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുന്നോ അത്ര വലിയ ശിക്ഷയും കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും, അത്ര ക്രൂര മനസ്സുള്ളവളാണ് മാനസ, അവൾ അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല അങ്കിൾ എന്ന് കൃഷ് നമ്മുടെ കൺമണിയുടെ അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ കൃപയും പറയുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത്, ഇനി അവളുടെ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിൽക്കുന്നു കേട്ടോ. പിന്നെ ബലരാമനെ തന്നെയാണ് കാണിക്കുന്നത്. വീട്ടിലെത്തിയ ബലരാമൻ ഭാഗ്യശ്രീയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മോളെ നീ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തൊന്നും വാതിൽ തുറക്കാനൊന്നും ഭാഗ്യശ്രീ വരുന്നില്ല. അങ്ങനെ ബലരാമൻ അകത്തേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ഭാഗ്യശ്രീനെ കാണാനേ ഇല്ല. നീ എവിടേക്കാണ് പോയതെന്ന് വീണ്ടും ചോദിക്കുന്നു. എന്തായാലും ദുബായിലേക്ക് തിരിച്ചു പോകണമല്ലോ, അവളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ബലരാമൻ അവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ആ സമയത്ത് സുമിത്ര അങ്ങോട്ട് വരുന്നുണ്ട്. ബലരാമനെ അമ്പരിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും വലിയൊരു പ്ലാനിങ്ങുമായിട്ടാണ് സുമിത്ര അവിടെ നിൽക്കുന്നത്. ബലരാമനാണെങ്കിൽ ഇതിന് ചതിക്കപ്പെടാനായിട്ട് പാടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബലരാമന് കാര്യങ്ങൾ മനസ്സിലാവണം, അല്ലെങ്കിൽ സുമിത്രയുടെ ആ ഒരു വലയിൽ വീഴാൻ ബലരാമൻ ഒരിക്കലും തന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം.